ചോദ്യം നമ്പർ 31 ഡോക്ടർ എൻ ജയരാജ്, ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി. സർ, സംസ്ഥാനത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി നികുതി ചോർച്ച തടയുന്നതിന് രജിസ്ട്രേഷൻ, എക്സൈസ്, നികുതി വകുപ്പുകൾ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ ചുവടെ ചേർക്കുന്നു. രജിസ്ട്രേഷൻ വകുപ്പ് 2010 ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ച് പ്രസിദ്ധപ്പെടുത്തുകയും അതിനുശേഷം 2014 50%, 18, 19, 20, 22 വർഷങ്ങളിൽ 10% വീതവും വർദ്ധിപ്പിക്കുകയുണ്ടായി. ന്യായവില സമഗ്രമായി പുനർനിർണ്ണയിക്കാനായിട്ട് പ്രത്യേക ഓർഡർ 2018 ഇറക്കുകയുണ്ടായി. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതിലുണ്ട്. സർ, വിപണി വിലയും സർക്കാർ പ്രസിദ്ധീകരിച്ച ന്യായവിലയും തമ്മിലുള്ള അന്തരം കുറയ്ക്കാനും അതുവഴി നികുതി പിരിവ് കാര്യക്ഷമമാക്കാനും സാധിക്കുന്നതാണ്. ഈ ഉത്തരവ് പ്രകാരമുള്ള നടപടികൾ റവന്യൂ വകുപ്പിലാണ് നടന്നു വരുന്നത്. ഫ്ളാറ്റുകൾ, അപ്പാർട്ട്മെൻറ്റുകൾ എന്നിവ വില കുറച്ച് രജിസ്റ്റർ ചെയ്യുന്നത് കാരണമുള്ള റവന്യൂ നഷ്ടം ഒഴിവാക്കുന്നതിനായി 2016 ഫിനാൻസ് ആക്ടിലൂടെ ഫ്ളാറ്റുകൾ, അപ്പാർട്ട്മെൻറ്റുകൾ എന്നിവ കൈകാര്യം ചെയ്യുന്ന ആധാരങ്ങളിൽ കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പിൻ്റെ മാനദണ്ഡം അനുസരിച്ചുള്ള വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി. അതിനുശേഷം 2020 ഏപ്രിൽ 1 മുതൽ ഫ്ളാറ്റുകൾ, അപ്പാർട്ട്മെൻറ്റുകൾ ഒഴികെയുള്ള കെട്ടിടങ്ങൾ കൈമാറ്റം ചെയ്യുന്ന ആധാരങ്ങൾക്കും കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പിൻ്റെ മാനദണ്ഡം അനുസരിച്ചുള്ള വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി. കുടിശ്ശികയുള്ള അണ്ടർ വാല്യുവേഷൻ കേസുകൾ തീർപ്പാക്കുന്നതിനും സർക്കാരിന് അധിക ഉപസമാഹരണം നടത്തുന്നതിനും 2018 ജിയോ പ്രകാരം ആവിഷ്കരിച്ച കോമ്പൗണ്ടിംഗ് പദ്ധതി 2023 മാർച്ച് 31 അവസാനിച്ചു. അതനുസരിച്ചിട്ടുള്ള വരുമാന വർധന ഉണ്ടാകാൻ ശ്രമിച്ചിട്ടുണ്ട്. എക്സൈസ് വകുപ്പിൽ അനധികൃത മദ്യവ്യാപനം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ പരിപാടികൾ എൻഫോഴ്സ്മെൻറ്റ് യൂണിറ്റിൻ്റെ പേരിൽ നടന്നിട്ടുണ്ട്. അനധികൃത മദ്യം കടന്നു വരുന്ന സ്ഥലങ്ങളിൽ അത് തടയുന്നതിന് ചെക്ക് പോസ്റ്റിലെ പരിശോധന, ചെക്ക് പോസ്റ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ കേരള എക്സൈസ് മൊബൈൽ ഇൻവെൻഷൻ യൂണിറ്റ് തുടങ്ങിയ ഇതിൻ്റെ പെട്രോളിംഗ് ഉണ്ട്. അപ്പോൾ ഇതുവഴി നികുതി ചോർച്ച തടയുന്നതിനുള്ള പ്രവർത്തനങ്ങൾ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. നികുതി വകുപ്പ് പിരിവ് കാര്യക്ഷമമാക്കുന്നതിനും നികുതി വെട്ടിപ്പ് ഫലപ്രദമായി തടയുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പിൽ പുനഃസംഘടന നടപ്പാക്കിയിട്ടുണ്ട്. ആയതിൻ്റെ ഭാഗമായി ഇൻ്റലിജൻസ്, എൻഫോഴ്സ്മെൻറ്റ്, ഓഡിറ്റ്, ടാക്സ് പെയർ സർവീസസ് എന്നീ വിഭാഗങ്ങൾ രൂപീകരിച്ച് നികുതി വെട്ടിപ്പ് കണ്ടുപിടിക്കുന്നതിനും തടയുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ വകുപ്പ് കാര്യക്ഷമതയോടുകൂടി ഏർപ്പെട്ട് വരുന്നു. വകുപ്പിലെ വിവിധ വിഭാഗങ്ങളിലെ ജീവനക്കാർക്ക് നികുതി വെട്ടിപ്പ് കണ്ടെത്തുന്നതിന് GST നിയമാനുസൃത നടപടികൾ കൈക്കൊള്ളുന്നതിന് വേണ്ട വിദഗ്ധ പരിശീലനം പ്രഗത്ഭരായ പരിശീലകരെ ഉൾപ്പെടുത്തി നൽകിയതിലൂടെ ജീവനക്കാരുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും നികുതി വരുമാനം വർദ്ധിപ്പിക്കാനും സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തന ഫലങ്ങൾ ഇതിന് തെളിവാണ്. നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ഇൻവെസ്റ്റിഗേഷൻ ഇൻ്റലിജൻസ് വിഭാഗം 21-22 35 കേസുകളിൽ നിന്നായി 47.57 കോടിയും 22-23 233 കേസുകളിൽ നിന്നായി 445.39 കോടി രൂപയും 23-24 കാലയളവിൽ ഡിസംബർ 31 വരെ 210 കേസുകളിൽ നിന്നായി 1590.84 കോടി രൂപയും സമാഹരിച്ചിട്ടുണ്ട്. സാർ, ആ വർധന ഇവിടെ വളരെ വ്യക്തമാണ്. സാർ, സംസ്ഥാനത്തെ എൻഫോഴ്സ്മെൻറ്റ് വിഭാഗവും GSTയിലെ നികുതി ചോർച്ച തടയുന്നതുമായി ബന്ധപ്പെട്ട് സജീവമായി പ്രവർത്തിച്ചു വരുന്നു. കൂടാതെ മറ്റ് സംസ്ഥാനങ്ങളിലെ GST വകുപ്പുകളുമായി സഹകരിച്ച് ജോയിൻ്റ് ഓപ്പറേഷൻ നടത്തി നികുതി വെട്ടിപ്പുകൾ തടയുന്നതിനും വ്യാജ ബിൽ, വ്യാജ രജിസ്ട്രേഷൻ എന്നിവ തടയുന്നതിനും വേണ്ടത് ഊർജിതമായ ശ്രമം നടക്കുന്നുണ്ട്. കർണാടക, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മുടെ ഇൻ്റലിജൻസ് രീതി പ്രായോഗികമായി പഠിക്കുന്നതിന് വേണ്ടി, നടപ്പിലാക്കുന്നതിന് വേണ്ടി അവരുടെ പഠന സംഘങ്ങൾ കേരളത്തിൽ എത്തിച്ചേർന്നു എന്നുള്ളത് കേരളത്തിലെ GST വകുപ്പിന് അഭിമാനകരമാണ്. സാർ, നമ്മുടെ സെൻട്രൽ ഇക്കണോമിക് ഇൻ്റലിജൻസ് ബ്യൂറോ സംസ്ഥാന ഇൻ്റലിജൻസിൻ്റെ പ്രവർത്തന രീതികൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഒരു മാതൃകയാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സർ, GST വിവര കൈമാറ്റവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഇക്കണോമിക് ഇൻ്റലിജൻസ് ബ്യൂറോയുടെ നിർദ്ദേശങ്ങൾ വകുപ്പിന് ലഭിച്ചിട്ടുണ്ട്. അത് സംസ്ഥാനത്ത് പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. സർ, നികുതി അധികാരികൾ പുറപ്പെടുവിക്കുന്ന വിധിനിർണ്ണയ ഉത്തരവുകളിൽ നികുതിദായകർക്ക് അപ്പീലുകൾ സമർപ്പിക്കുന്നതിന് ബന്ധപ്പെട്ട നിയമങ്ങളിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒന്നാം അപ്പീലുകൾ കൈകാര്യം ചെയ്യുന്നതിന് സംസ്ഥാന GST വകുപ്പിൽ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട് എന്നീ 6 ജില്ലകളിലായി ഒന്നാം അപ്പീൽ അധികാരികളെ വിന്യസിച്ചിട്ടുണ്ട്. പ്രസ്തുത അപ്പീൽ അധികാരികൾ GST നികുതി നിയമം, മൂല്യവർദ്ധിത നിയമം ഉൾപ്പെടെ പ്രീ GST ആക്ടുകൾക്ക് കീഴിലുള്ള ഒന്നാം അപ്പീലുകൾ തീർപ്പാക്കി വരുന്നു. അഡീഷണൽ കമ്മീഷണർ, ജോയിൻറ്റ് കമ്മീഷണർ എന്നിങ്ങനെ വകുപ്പുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരെയാണ് ഒന്നാം അപ്പീൽ അധികാരികളായി ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. മൂല്യവർദ്ധിത നികുതി നിയമം ഉൾപ്പെടെ GST ആക്ടുകൾക്ക് കീഴിലുള്ള രണ്ടാം അപ്പീലുകൾ കൈകാര്യം ചെയ്യുന്നതിന് തിരുവനന്തപുരം, കോട്ടയം, എറണാകുളം, കോഴിക്കോട് എന്നീ 4 ജില്ലകളിലായി അപ്പലേറ്റ് ട്രിബ്യൂണലുകൾ നിലവിലുണ്ട്. എന്നാൽ GST നിയമപ്രകാരമുള്ള അപ്പലേറ്റ് ട്രിബ്യൂണലുകൾ സ്ഥാപിതമായിട്ടില്ല. ആയതിനാൽ GST അപ്പീലുകൾ നിയമം അനുശാസിക്കുന്ന സമയപരിധിക്കുള്ളിൽ ഫയൽ ചെയ്യാൻ കഴിയാത്ത സാഹചര്യം കണക്കിലെടുത്ത് 31/12/2019 സർക്കാർ വിജ്ഞാപന പ്രകാരം അപ്പീലുകൾ ഫയൽ ചെയ്യുന്നതിനുള്ള കാലപരിധി ട്രിബ്യൂണൽ സ്ഥാപിതമാകുന്ന തീയതി മുതൽ മാത്രം കണക്കാക്കി ഉത്തരവിറക്കിയിട്ടുണ്ട്. സർ, ഇത് സാധാരണ നികുതി ദായകരെ സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. GSTയുടെ ട്രിബ്യൂണലുകൾ ഇതുവരെ കേന്ദ്രത്തിൻ്റെ
നിയമത്തിൻ്റെ ഒരു പ്രശ്നം കാരണം അല്ലെങ്കിൽ ആ GST കൗൺസിൽ നടപ്പിലാക്കാത്തൊരു പ്രശ്നമുണ്ട്. എന്നിരുന്നാലും ചില നികുതി നയർ GST ഒന്നാം അപ്പീൽ ഉത്തരവിനെതിരെ നേരിട്ട് ഹൈക്കോടതിയിൽ പോയി റിട്ട് ഹർജികൾ ഫയൽ ചെയ്യുകയും അത് കോടതി പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. ഒന്നാം അപ്പീൽ അധികാരികൾക്ക് മുമ്പാകെയുള്ള എല്ലാ അപ്പീലുകളും വേഗത്തിൽ തീർപ്പാക്കുന്നതിലേക്കായി വകുപ്പ് ബന്ധപ്പെട്ട അധികാരികൾക്ക് സർക്കുലർ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഹൈക്കോടതിയിലുള്ള കേസുകൾ പെട്ടെന്ന് തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് ജനറൽ ഓഫീസുമായിട്ട് പ്രത്യേക ലൈസൻസ് പ്രവർത്തനം അതിനകത്ത് നടത്തുന്നുണ്ട് സ്പീഡപ്പ് ചെയ്യുന്നതിന്. കേരള ഹൈക്കോടതി നിലവിൽ 3738 നികുതി കേസുകൾ തീർപ്പാക്കാനുണ്ട്. സുപ്രീം കോടതിയിൽ 192 കേസുകളും തീർപ്പാക്കാനുണ്ട്. കേവാറ്റ് അപ്പലേറ്റ് ട്രിബ്യൂണലുകൾ മുമ്പാകെയുള്ള കേസുകളുടെ എണ്ണം ഇതിനനുബന്ധമായി ചേർത്തിട്ടുണ്ട്. സർ, നികുതി കുടിശ്ശിക തീർക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രജിസ്ട്രേഷൻ രംഗത്തെയാണ്. രജിസ്ട്രേഷൻ വകുപ്പിനെ സംബന്ധിച്ച് ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയം തന്നെ ആവശ്യമായ സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസും ഈടാക്കിയിട്ടാണ് ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത്. സർ, എന്നാൽ ആധാരത്തിലെ വിലയും യഥാർത്ഥ വിലയും തമ്മിലുള്ള പ്രശ്നം വന്നാൽ അണ്ടർ വാല്യുവേഷൻ നടപടിക്കായിട്ട് സബ് രജിസ്ട്രാർമാർ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ആയത് പിരിച്ചെടുക്കുന്നതിനായി കേരള മുദ്രപത്ര നിയമത്തോടനുബന്ധിച്ചുള്ള 1962 PUVI ചട്ടങ്ങൾ പ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. എക്സൈസ് വകുപ്പ് അബ്കാരി കുടിശ്ശിക തീർക്കുന്നതിന് ആംനസ്റ്റി സ്കീം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. 2024 ജനുവരി വരെയാണ് ഈ സ്കീം പ്രാബല്യത്തിലുള്ളത്. നികുതി വകുപ്പ് കുടിശ്ശിക തീർക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലവിൽ പദ്ധതികളൊന്നും ഇപ്പോൾ നടപ്പിലാക്കിയിട്ടില്ല. റവന്യൂ റിക്കവറി ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പിൻ്റെ പുനഃസംഘടനയിൽ എല്ലാ ജില്ലകളിലും റവന്യൂ റിക്കവറിക്കായി പ്രത്യേക വിഭാഗം രൂപീകരിക്കുകയും കാര്യക്ഷമമായ രീതിയിൽ നികുതി കുടിശ്ശിക തിരിച്ചെടുക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യുന്നുണ്ട്. ഡോക്ടർ എൻ ജയരാജ്. സാർ, കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനത്തോടുള്ള തെറ്റായ സാമ്പത്തിക സമീപനങ്ങൾക്കിടയിലും നമ്മുടെ വിഭവശേഷിയെ പരമാവധി കണ്ടെത്തിക്കൊണ്ട് കേരളത്തിൻ്റെ വികസന പ്രവർത്തനത്തിലും അതോടൊപ്പം തന്നെയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾക്കും വളരെ നല്ല നിലയിലുള്ള ഊർജം പകരാൻ ധനകാര്യ വകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചതുപോലെ വിവിധ വിഭാഗത്തിൽപ്പെട്ട സോഴ്സുകളിൽ നിന്ന് പണം കണ്ടെത്താൻ വേണ്ടിയുള്ള നല്ല കാര്യക്ഷമമായ പ്രവർത്തനമാണ് ഈ രംഗത്ത് കേരളം മുമ്പോട്ട് വച്ചിട്ടുള്ളത്. സർ, ഇത് തീർച്ചയായിട്ടും വളരെയേറെ അഭിനന്ദനം അർഹിക്കുന്നു. എൻ്റെ ചോദ്യം, നമുക്കറിയാം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വിൽപ്പനയുള്ളൊരു മേഖല സ്വർണ്ണ വ്യാപാര മേഖലയാണ്. കേരളത്തിലെ മൊത്തം സ്വർണ്ണ വ്യാപാര മേഖലയുടെ ടേൺ ഓവർ അനുസരിച്ചുള്ള വരുമാനം യഥാർത്ഥത്തിൽ നികുതി സംസ്ഥാന ഗവൺമെൻറ് ലഭിക്കുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവമായൊരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് സ്വർണ്ണാഭരണങ്ങളുടെ വിപണനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന നികുതി ചോർച്ച തടയുന്നതിന് സംസ്ഥാന ഗവൺമെൻറ് എന്ത് നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്? സർ, നികുതി ചോർച്ച തടയുന്നതിന് വിവിധ മേഖലകളിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. അദ്ദേഹം അങ്ങ് ഏറ്റവും കൂടുതൽ സ്വർണ്ണ വ്യാപാര മേഖലയെ പറ്റിയുള്ളതാണ് സ്പെസിഫിക്കായി ചോദ്യം ഉന്നയിച്ചത്. സർ, സ്വർണ്ണ വ്യാപാര മേഖലയ്ക്ക് നിലവിൽ സ്വർണ്ണ വ്യാപാര മേഖലയിൽ നിന്ന് കിട്ടുന്ന കൃത്യമായ കണക്ക് അതിന് HSN നമ്പർ വഴിയല്ല സാധാരണ അതിൻ്റെ കോഡ്. ആ HSN കോഡുകൾ അങ്ങനെ ഇല്ല ഓരോ ഉൽപ്പന്നം എന്ന നിലയിൽ. സ്വർണ്ണ വ്യാപാര മേഖലയിൽ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും വ്യത്യസ്തമായൊരു സാഹചര്യവും വരുമാനത്തിൻ്റെ കാര്യത്തിൽ വന്നിട്ടുണ്ട്. അത് നേരത്തെ 5% അവരുടെ നികുതി. പിന്നീട് GST വന്നതിന് ശേഷം അത് 3%, അതിനകത്ത് 1.5% സംസ്ഥാനം കിട്ടുന്നത്. ഈ മേഖലയിൽ വലിയ വിലപിടിപ്പുള്ള ഒരു ഉൽപ്പന്നം എന്ന നിലയിൽ മറ്റൊരു സ്ഥലത്തുള്ളതുപോലെ E-way ബില്ല് വഴി കണ്ടുപിടിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. E-way ബില്ലില്ല സ്വർണ്ണത്തിന്. അപ്പോൾ സ്വർണ്ണത്തിന് E-way ബില്ലില്ല. അതിന് പറയുന്ന ന്യായം ഇപ്പോൾ ബോംബെയിൽ നിന്നോ ഡൽഹിയിൽ നിന്നോ ഗുജറാത്തിൽ നിന്നോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ നിന്നൊക്കെ സ്വർണം വരുമ്പോൾ ആ സ്വർണ്ണത്തെപ്പറ്റി E-way ബില്ല് നേരത്തെ വന്നു കഴിഞ്ഞാൽ അത് വിലയേറിയ ഉൽപ്പന്നമായതുകൊണ്ട് വഴിയിൽ തട്ടിയെടുക്കാനും ആക്രമണമൊക്കെ വരാം എന്നൊക്കെയുള്ള ന്യായമാണ്. അപ്പോൾ അത് രഹസ്യമായിട്ട് അങ്ങനെ പരസ്യപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റില്ല. എന്നാൽ ഇത് സംബന്ധിച്ച് കേരളം നിരന്തരമായി അക്കാര്യത്തിന് ഇടപെട്ട് GST കൗൺസിൽ തന്നെ E-way ബില്ലിൻ്റെ കാര്യത്തിനകത്തൊരു കമ്മിറ്റി എനിക്ക് മുമ്പ് മന്ത്രിയായിരുന്ന ശ്രീ തോമസ് ഐസക്കിൻ്റെ കാലത്താണ്. അതിനുശേഷം ഞാൻ ചുമതലയേറ്റെടുത്തതിന് ശേഷം ആ കമ്മിറ്റി പ്രവർത്തിച്ചു. അവസാനം അതിനകത്ത് E-way ബില്ലിൻ്റെ കാര്യത്തിനകത്ത് ഒരു സംഗതി ഇപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട്. അതിനകത്ത് വെച്ചാൽ ഈ ഇൻട്രസ്റ്റേറ്റ് അവർ അംഗീകരിക്കുന്നില്ല. സ്റ്റേറ്റിനകത്തുള്ളത് മാത്രമേ അംഗീകരിക്കാമെന്ന് നിരന്തര സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് 2 ലക്ഷത്തിനും മുകളിൽ ഒരു നിശ്ചിതമായ തുകയ്ക്ക് ഫിക്സ് ചെയ്യാം. അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സെൻട്രൽ GSTയുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ കാര്യങ്ങൾ ഓർഡർ ഇറക്കാനുണ്ട്. അപ്പോൾ ഇത് ഒരു കാര്യം കൊണ്ട് പ്രശ്നം പരിഹരിക്കത്തില്ല. കാരണം പല കാര്യങ്ങളുണ്ട് കേരളത്തിനകത്ത്. ഈ സ്വർണ്ണം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ഉൽപ്പന്നമായതുകൊണ്ട് കണ്ടുപിടിക്കാനുള്ള പ്രശ്നങ്ങളുണ്ട്. എയർപോർട്ടുകളിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇതിൻ്റെയൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് കുറേയേറെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം തന്നെ നമ്മൾ സംസ്ഥാന GST ഡിപ്പാർട്ട്മെൻറ്റ് കുറേയേറെ ഓപ്പറേഷൻസ് നടത്തിയിട്ടുണ്ട്. 30
30ഓളം സ്വർണ്ണക്കടകളിൽ ഒരുമിച്ച് നടത്തിയ ഒരു റെയ്ഡ് ഈ അടുത്ത കാലത്ത് നടത്തുന്നത്. റെയ്ഡല്ല, പരിശോധനയാണ്. വളരെ കൃത്യമായിട്ട് ഈ ഡീറ്റെയിൽസ് എല്ലാം കൂടെ കളക്ട് ചെയ്യണം. ഇവരുടെ സോഫ്റ്റ്വെയറിലാണ് അക്കൗണ്ടിംഗ് ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ് കണ്ടെടുത്താൻ. മറ്റൊരു ഉൽപ്പന്നം പോലല്ല ഒളിപ്പിച്ച് വെച്ചേക്കുന്ന എളുപ്പം. അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് 30ഓളം കടകളിൽ നടത്തിയത്, കുറേയേറെ റെയ്ഡുകൾ നടത്തിയതിൻ്റെ ഭാഗമായിട്ടുള്ള വരുമാന വർധനയൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ ഈ മേഖലയിൽ കേന്ദ്രത്തിനകത്ത് നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ സ്വർണം കച്ചവടം ചെയ്യുമ്പോൾ നേരിട്ട് തന്നെ അവിടുന്ന് ബില്ലടിക്കുമ്പോൾ തന്നെ സോഫ്റ്റ്വെയറിലേക്ക് വരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരേണ്ടതാണ്. പിന്നെ നികുതി കൂടുതൽ വരാനുണ്ട്, നികുതി കിട്ടാൻ ഈ കാര്യങ്ങളുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഡാറ്റ നോക്കുമ്പോൾ HSCN നമ്പറില്ല. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഉന്നയിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ നിരന്തരമായ ഫൈറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇങ്ങനൊരു കാര്യത്തിലേക്കൊക്കെ പിന്നെ ഇൻട്രാ സ്റ്റേറ്റിൻ്റെ ഈ വേവലിൻ്റെ കാര്യത്തിൽ വന്നത്. അപ്പോൾ അക്കാര്യത്തിനകത്ത് ഇടപെടുന്നുണ്ട്. കുറേയേറെ പരിശോധനകൾ കൃത്യമായി നടക്കുന്നുണ്ട്. അതിൻ്റെ കുറേയേറെ മെച്ചമുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക്. സെക്കൻഡ് ക്വസ്റ്റ്യൻ സാർ, IGST വിഹിതം സംസ്ഥാനങ്ങളുമായി പങ്കുവെക്കുന്ന കാര്യത്തിൽ നിലവിലുള്ള ഒരു അശാസ്ത്രീയത വളരെ കൃത്യമായി തന്നെ നമുക്ക് ബോധ്യപ്പെടുന്നൊരു കാര്യമാണ്. ഇപ്പോൾ കേരളത്തിന് യഥാർത്ഥത്തിൽ IGSTയുടെ വിഹിതമായി കിട്ടേണ്ട വിഹിതം അത് കൃത്യസമയത്ത് ലഭിക്കുന്നതിന് ഇപ്പോഴും തടസ്സമുണ്ട് പലപ്പോഴും. ഈ കാര്യത്തിൽ പരിഹരിക്കാൻ ഏതൊക്കെ നടപടികളാണ് സംസ്ഥാന ഗവൺമെൻറ് കൈക്കൊണ്ടിട്ടുള്ളത്? സർ, IGSTയുടെ കാര്യത്തിനകത്ത് ഈ സമ്പ്രദായം നടപ്പിലാക്കിയത് മുതൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഉന്നയിക്കുന്നതും ഇടപെട്ടുകൊണ്ടിരിക്കുന്നതും സംസ്ഥാന ഗവൺമെൻറ്റാണ്. അതിനകത്ത് ആദ്യഘട്ടത്തിൽ അൺക്ലെയിംഡ് ആയിട്ടുള്ള IGST വിഹിതം വലിയ കൂടുതലായിരുന്നു. അന്നത്തെ ഇതിന് ഡിവൈഡ് ചെയ്യുന്നൊരു പൂളുണ്ട്. ഓരോ സംസ്ഥാനങ്ങൾക്ക് അറിയാവുന്ന എങ്ങനെയാണ് GST നിയമം എന്ന് ഇരിക്കുന്നവർക്കിപ്പോൾ പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട്, അറിയാം. കേരളത്തിൽ നമ്മളൊരു സാധനം വാങ്ങിയാൽ നേരത്തെ 100 രൂപയുടെ സാധനം മേടിച്ചാൽ 10 രൂപ ടാക്സ് ആണെങ്കിൽ അത് 10 രൂപയും സംസ്ഥാന ഗവൺമെൻറ്റിന് സെയിൽ ടാക്സ് ആയിട്ട് കിട്ടുമായിരുന്നു. GST വന്നതിന് ശേഷം 10 രൂപയുടെ ബില്ലടിച്ചാൽ 5 രൂപ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പെട്ടിയിലേക്ക് പോകും, 5 രൂപ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പെട്ടിയിലേക്ക് വരും. ഇതാണ് സംസ്ഥാനത്തിനകത്തുണ്ടാകുന്ന GST ബില്ല്. കേരളത്തിന് പുറത്തുനിന്നൊരു സാധനം മേടിച്ചാൽ കേരളത്തിലേക്ക് അവിടുന്ന് വരുന്നൊരു സാധനം, അവിടുന്ന് ഇപ്പോൾ ലുധിയാനയിൽ നിന്ന് ഒരു ഉൽപ്പന്നം ഇങ്ങോട്ട് അയക്കുന്നു. ആ അയക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ കേരളത്തിലെ അഡ്രസ്സിലേക്ക് അവർ അയച്ചു. അതിൻ്റെ പകുതി നേരെ അവിടുത്തെ പിന്നെ സെൻട്രൽ ഗവൺമെൻറ്റിന് പോവും, പകുതി കേരളത്തിന് കിട്ടണം. ഇത് ട്രാൻസ്ഫർ ചെയ്ത് വരണം. പലപ്പോഴും ഇത്തരം കാര്യങ്ങളുടെ അക്കൗണ്ടിങ് കൃത്യമായി വരാതിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ അൺക്ലെയിംഡ് പൂളെന്ന് പറഞ്ഞാൽ കുറേ പണം കിടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ശതമാനം കുറഞ്ഞു വന്നു. ആദ്യം തൊട്ടേ ഈ പണത്തിൻ്റെ കാര്യത്തിനകത്ത് കൃത്യത വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റിലൊന്നാണ് കേരളം. ആദ്യമേ ഇതിന് ഒരു സിസ്റ്റവും ഇല്ലായിരുന്നു. ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞ മറുപടിയിൽ കോടതികളുടെ കാര്യം പറഞ്ഞു. സാർ, ഈ GST വന്നതിന് ശേഷം ഇതുവരെ ട്രിബ്യൂണലുകൾ പോലും എഫക്റ്റീവായിട്ട് നടപ്പിലാക്കാൻ തുടങ്ങിയിട്ടില്ല സാർ. ട്രിബ്യൂണലില്ല. വ്യാപാരികൾ 5 വർഷം മുമ്പേ ഉള്ള കേസിനകത്തൊന്നും ഇപ്പോഴും ട്രിബ്യൂണലില്ല. ആ ട്രിബ്യൂണൽ ഏറ്റവും അവസാനത്തെ കൗൺസിലിലെ ട്രിബ്യൂണലിനെ തീരുമാനിച്ചിട്ടുണ്ട്. ട്രിബ്യൂണൽ ഇതുവരെ ഒരു സ്ഥലത്തും അപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ കേസുകളുടെ കാര്യത്തിനകത്ത് അനിശ്ചിതത്വമുണ്ട്. ഈ നികുതി സിസ്റ്റം എങ്ങനെ ഇതൊരു പുതിയ സമ്പ്രദായമാണ്. ആ സമ്പ്രദായം വന്നപ്പോൾ നികുതി ഡിവൈഡ് ചെയ്യുന്ന കാര്യത്തിൽ പ്രശ്നമുണ്ട്. ഓരോ GST കൗൺസിലിനും പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോഴും അതിനകത്ത് പൂർണ്ണം വന്നിട്ടില്ല. അപ്പോൾ ഈ IGST എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടാനുള്ളത് കൂടുതൽ കിട്ടണമെന്ന് നിരന്തരമായി കേരളം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനകത്ത് ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ് വന്നെങ്കിലും ഇപ്പോഴും സിസ്റ്റം ശരിയായിട്ടില്ല. ഹരിയാന ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ അധ്യക്ഷനായിട്ട് നമ്മുടെ IT സിസ്റ്റം മുഴുവൻ ഡെവലപ്പ് ചെയ്യുന്നതിന് ഇപ്പോൾ ഇതിന് പ്രത്യേക ഒരു കമ്മിറ്റിയും കൂടി നിയമിച്ചിട്ടുണ്ട്. ഈ ഇൻ്റർ സ്റ്റേറ്റ് മാത്രമല്ല, പൊതുവിൽ നമ്മുടെ IT ഫെസിലിറ്റി ഉപയോഗിച്ച് അങ്ങനെ ഈ കാര്യമൊക്കെ. സാർ, ധാരാളം കമ്പനികൾ പുറത്തുനിന്ന് ഇപ്പം ആമസോൺ പോലെയോ അതുപോലെയൊക്കെയുള്ള ഫ്ലിപ്കാർട്ട് പോലെയൊക്കെയുള്ള കമ്പനികൾ ഓൺലൈനായിട്ട് സാധനങ്ങൾ വരുന്നത് പലപ്പോഴും നമ്മുടെ റഡാറിൽ വരില്ല. ചെറുകിട കച്ചവടക്കാരെ ഇത് ബാധിക്കുന്നുണ്ട്. കാരണം ടാക്സ് ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. വ്യാപാര രംഗത്ത് ഈ GST വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ധാരാളം പ്രശ്നങ്ങളുണ്ട്. അതിനകത്ത് IGSTയുടെ കാര്യത്തിനകത്ത് കുറേയേറെ നമുക്ക് എത്താൻ പറ്റിയെങ്കിലും ഇനി IGST കറക്റ്റ് ചെയ്യാനുണ്ട്. അവിടെ ഈ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കോയമ്പത്തൂർ പോയി നമ്മളൊരു സാധനം മേടിച്ചാൽ വേറെ സ്ഥലത്ത് പോയി ഒരു സാധനം മേടിച്ചാൽ കേരള അഡ്രസ്സ് ആണെങ്കിൽ അതുൾപ്പെടെ ഇങ്ങോട്ട് വരണമെന്നാണ് നിയമം. ഇക്കാര്യമൊക്കെ ശക്തമാക്കാൻ പറയുന്നുണ്ട്. ഒരു ഇൻഡിവിജ്വൽ മേടിച്ചാൽ പോലും, ഒരു ബയ്യർ ഒരു കസ്റ്റമർ മേടിച്ചാലും. പക്ഷേ അതിനകത്ത് ഉള്ള പരിമിതി കിടക്കുന്നുണ്ട്. എന്നാൽ ഈ കാര്യത്തിനകത്ത് ആദ്യമുള്ളതിനേക്കാളും കുറച്ചുകൂടെ വ്യത്യാസം വന്നതേ ഉള്ളൂ. കാരണം അൺക്ലെയിംഡ് ഭാഗം കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ ശക്തമായിട്ട് കേരളം ഉൾപ്പെടെയുള്ള സ്റ്റേറ്റുകൾ കൃത്യമായി IGST എത്രയെന്ന് അറിയാൻ പറ്റുന്നില്ല. IGSTയുടെ കാര്യത്തിനകത്ത് എത്ര നഷ്ടം ഓരോ സ്റ്റേറ്റിനും നഷ്ടം വരുന്നതെന്ന് അറിയാവുന്നൊരു കണക്ക് പോലും ഇല്ല. അങ്ങനൊരു സ്ഥിതി ഉണ്ട്. ഇത് മുഴുവൻ ഇപ്പോൾ ഇതിൻ്റെ ആയുധങ്ങളും
ഇതിൻ്റെ നിയമങ്ങളും എല്ലാ അവകാശങ്ങളും കേന്ദ്രത്തിൻ്റെ കയ്യിലാവുന്നതാണ് ഈ ജി എസ് ടി സമ്പ്രദായം വരുന്ന സമയത്ത് തന്നെ ഞങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ള അപ്രിഹെൻഷനാണ്. അന്ന് കൊണ്ടുവന്ന സമയത്ത് ഇത് നല്ലതാണ് എന്ന് വിചാരിച്ച ആളുകൾ പോലും, ആ സ്റ്റേറ്റുകൾ പോലും ഇപ്പോൾ തിരിച്ച് പറയുന്നുണ്ട്. ആ പ്രശ്നമുണ്ട് അതിനകത്ത്. എന്നാൽ പഴയതിനേക്കാളും കുറച്ചുകൂടി ഓരോ മീറ്റിംഗ് കഴിയുമ്പോഴും ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ടെന്നുള്ളതേ അതിനെപ്പറ്റി പറയാനുള്ളൂ. നമുക്കതിനകത്ത് IGST പ്രശ്നം കൂടുതൽ ശക്തമായിട്ട് ഉന്നയിച്ച് യഥാർത്ഥത്തിൽ വേണ്ടത് കുറച്ചുകൂടി കൃത്യമായി ഇ വേ ബില്ല് മാത്രമല്ല, കുറച്ചുകൂടി ഡയറക്റ്റായിട്ട് ഈ കാര്യങ്ങൾ കണക്കിലേക്ക് വരുന്ന തരത്തിലേക്കുള്ള സംഗതികൾ വരണം. മുഴുവൻ ആക്ടിവിറ്റീസും കണക്റ്റഡ് ആക്കണം സോഫ്റ്റ്വെയർ എന്ന തരത്തിലേക്കുള്ള ചർച്ചകൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ശ്രീ ജോബ് മൈക്കിൾ. സാർ, കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ സാമ്പത്തിക നയം മൂലം സംസ്ഥാനത്തിന് അർഹതപ്പെട്ട റവന്യൂ കമ്മി ഗ്രാൻറ്റ്, GST നഷ്ടപരിഹാരം എന്നിവ നിഷേധിച്ചത് മൂലം ഉണ്ടായ കുറവ് നികത്തുന്നതിന് സർക്കാർ എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കാവും? യെസ് മിനിസ്റ്റർ. സാർ, ഇത് വലിയ കുറവാണ്. അതുതന്നെയാണ് നമ്മളിപ്പോൾ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് തന്നെ നമ്മൾ പലതരത്തിൽ റവന്യൂ കമ്മി ഗ്രാൻറ്റും ഈ കോമ്പൻസേഷനും അവർ ഏകപക്ഷീയമായി നിർത്തി. അതിന് യാതൊരു ന്യായീകരണമില്ല. ന്യായീകരണം ഉണ്ടെന്നും വാദിക്കുന്നവരുണ്ട്. ഇവിടെ തന്നെ ഉണ്ട്, നമ്മുടെ സഭയിൽ തന്നെ ഉണ്ട് ന്യായീകരണമുണ്ട്, അത് നിർത്തേണ്ടതാണെന്ന് പറയുന്നവരുമുണ്ട്. പക്ഷേ സാർ, ഈ GST നടപ്പിലാക്കിയതിന് ശേഷം ആദ്യത്തെ 2 വർഷക്കാലം ഈ കോവിഡ് കാരണം ഉണ്ടായ വലിയ പ്രതിസന്ധിയുണ്ട്. ഇതുവരെ വ്യക്തമായിട്ടില്ലെങ്കിൽ ഞാനെന്ത് പറയാനാണ് സാർ? കമന്റ്സ് ഇഗ്നോർ ചെയ്യാം. സാർ, ഈ 2 വർഷക്കാലം ഇന്ത്യയിലാകെയുള്ള വ്യാപാര രംഗം തകർന്നു പോകുന്ന തരത്തിലേക്ക് പിന്നെ കോവിഡ് പോലുള്ള മഹാമാരികൾ വന്നു, നമ്മളെ സംബന്ധിച്ച് പ്രളയം വന്നു. അപ്പോൾ ഇത് കാരണം ഇന്ത്യയിലെ ആകെ വാണിജ്യ രംഗത്തിൻ്റെ ഒരു വളർച്ച ബാധിച്ചിട്ടുണ്ട്. പിന്നെ പലതവണ നേരത്തെയും പറഞ്ഞതാണ്, ഏകപക്ഷീയമായിട്ട് നികുതിയുടെ റേറ്റുകൾ പലതിനും കുറച്ചു. ഇതൊക്കെ വന്നിട്ട് എല്ലാം സംസ്ഥാനങ്ങളെ ബാധിച്ചത്. നേരത്തെ 16% വരെ നികുതി ഉണ്ടായിരുന്നത് 11% ചുരുക്കിയതിൻ്റെ ഗുണം കസ്റ്റമർക്ക് കിട്ടിയിട്ടില്ല, അത് വലിയ കമ്പനികൾക്കാണ് കിട്ടിയെന്നുള്ളത് ശാസ്ത്രീയമായ പഠനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളെയും ഈ നികുതിയുടെ കുറവ് ബാധിച്ചിട്ടുണ്ട്. ഈ ഗ്രാൻറ്റിൻ്റെ കുറവ് ഏകപക്ഷീയമായിട്ട് കുറച്ചു. ഇത് കൂടാതെ സാർ, അടുത്ത ചോദ്യം ഈ സാമ്പത്തിക രംഗത്തെ പറ്റി തന്നെയാണ്. ഈ സാമ്പത്തിക രംഗത്ത് സംസ്ഥാനത്തിന് വരുത്തുന്ന പ്രശ്നങ്ങളെ പറ്റിയാണ്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമ്മളെ ബാധിക്കുന്നുണ്ട്. അവിടെ അതിനെ നേരിടാൻ വരുമാനം വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക്, ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് നല്ല പ്രവർത്തനം നമുക്ക് നടത്താൻ പറ്റിയിട്ടുണ്ട്. ആ ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നികുതി ശേഖരണം നമുക്ക് നടത്താൻ പറ്റി. നികുതി വർദ്ധിപ്പിച്ചിട്ടേ ഇല്ല എന്നുള്ളത് അടിവരയിട്ട് ഞാൻ പറയുകയാണ്. നികുതി വർദ്ധിപ്പിക്കാൻ നമുക്കിപ്പോൾ അവകാശമില്ല. GST കൗൺസിലിന് മാത്രമേ നികുതി തീരുമാനിക്കാൻ പറ്റൂ. ആ നികുതി അവിടെ തീരുമാനിച്ചതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കുറച്ചിട്ടും നമ്മൾ വലിയ തോതിൽ 124,000 കോടിയാണ് 2 വർഷം കൊണ്ട് നികുതി വർദ്ധിപ്പിച്ചത്. സാർ, അക്കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്, നമ്മുടെ ചെലവുകൾ ചുരുക്കാതെ കുറയ്ക്കാതെ മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ശ്രീ പ്രമോദ് നാരായൺ. സർ, സംസ്ഥാന GST വകുപ്പിൻ്റെ പുനഃസംഘടന പ്രാബല്യത്തിൽ വന്നതിന് ശേഷം കേരളത്തിൻ്റെ GST ഇൻ്റലിജൻസ് വിഭാഗം മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നത്. എന്നാൽ ചെക്ക് പോസ്റ്റുകളുടെ അഭാവം കൂടി പരിഗണിച്ചുകൊണ്ട് വാഹനങ്ങളിൽ വരുന്ന ചരക്കുകളുടെ നിജസ്ഥിതി മനസ്സിലാക്കുന്നതിനും വേ ബിൽ തട്ടിപ്പ് പരിഹരിക്കുന്നതിനും AI ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകളുടെ സാധ്യത സർക്കാർ പരിഗണിക്കുമോ? യെസ് മിനിസ്റ്റർ. സർ, ഇപ്പോൾ തന്നെ നമ്മൾ ഈ അതിർത്തിയിൽ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് തന്നെ നോക്കി വേ ബില്ല് അസസ് ചെയ്യാവുന്ന AI ടെക്നോളജിയുടെ ഒരു പ്രാഥമിക രൂപമെന്ന് പറയാവുന്ന തരത്തിലുള്ള സംവിധാനം തന്നെയുണ്ട്. പക്ഷേ സാർ, അതൊക്കെ വന്നാലും ഈ തട്ടിപ്പ് തുടരും, കുറച്ചുകൂടെ തട്ടിപ്പ്, അത് തട്ടിപ്പൊരിക്കലും ഇല്ലാതാവുമെന്ന് നമ്മൾ ധരിക്കരുത്. ആദ്യം വിചാരിച്ചത് GST വന്നു കഴിഞ്ഞാൽ എല്ലാം കമ്പ്യൂട്ടർ വഴിയാണ്, എല്ലാം സിസ്റ്റം അനുസരിച്ചാണ്. സാർ, സിസ്റ്റം അനുസരിച്ച് ഏത് വന്നാലും അപ്പോൾ അളവ് 100 ചാക്ക് കൊണ്ടിരുന്നു, 100 ചാക്കായിരിക്കും. അതിനകത്തുള്ള ക്വാണ്ടിറ്റി വ്യത്യാസം വന്നാൽ നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ കുറച്ചുകൂടെ ഫിസിക്കലായ പരിശോധന ചിലപ്പോഴൊക്കെ വേണ്ടിവരും. ഈ തരത്തിലുള്ള പലതരത്തിലുള്ള നിരന്തരമായ പരിശോധന വേണം. അതുകൊണ്ട് എപ്പോഴും തട്ടിപ്പിൻ്റെ സാധ്യതകൾ കൂടുതലുണ്ട്. AI ടെക്നോളജി അടക്കമുള്ള കാര്യങ്ങൾ, ഏറ്റവും പുതിയ AI ടെക്നോളജിയുടെ ചില ഭാഗങ്ങൾ അതിന് ഉപയോഗിച്ചിട്ടുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് എപ്പോഴും നമ്മൾ ആധുനികവൽക്കരിച്ചുകൊണ്ടേ പറ്റുള്ളൂ. ആ കാഴ്ചപ്പാടോട് തന്നെ നമുക്ക് പ്രവർത്തിക്കാം. അതിനകത്ത് കിട്ടുന്ന എല്ലാ ടിപ്പും എല്ലാ വിവരങ്ങളും ഉപയോഗിച്ച് തന്നെയാണ് വകുപ്പ് പ്രവർത്തിക്കുന്നത്. സാർ, ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ. സാർ, സംസ്ഥാനത്തിന് ലഭിക്കേണ്ട കേന്ദ്ര ധനകാര്യ വിഹിതം 10ാം ധനകാര്യ കമ്മീഷൻ്റെ കാലത്ത് 3.9% പിന്നീട് അത് പടിപടിയായി കുറഞ്ഞ് ഇന്ന് 15ാം ധനകാര്യ കമ്മീഷൻ്റെ കാലമായപ്പോഴേക്കും അത് 1.92 കുറഞ്ഞു. ഇപ്പോൾ 16ാം ധനകാര്യ കമ്മീഷൻ്റെ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ധനകാര്യ കമ്മീഷൻ വിഹിതം വർദ്ധിപ്പിച്ച് കിട്ടുന്നതിന് എന്ത് നടപടികളാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വിശദമാക്കാവും? സാർ, ഈ ഭരണഘടനാപരമായിട്ട് നിശ്ചയിക്കപ്പെടുന്ന ഒരു ബോഡിയാണ് ഈ നമ്മുടെ ധനകാര്യ കമ്മീഷൻ.
ആ ധനകാര്യ കമ്മീഷൻ നിയമിച്ചതിനെ തുടർന്നുണ്ടായ പല കാര്യങ്ങളും ഇപ്പോൾ പബ്ലിക് മീഡിയയിൽ വലിയ തോതിൽ ചർച്ചയാണ്. കഴിഞ്ഞ ദിവസം വളരെ ശ്രദ്ധേയമായ ഒരു ട്വിറ്ററിൽ കണ്ടത് കർണാടകത്തിലെ ചീഫ് മിനിസ്റ്ററുടെയാണ്. മറ്റു പല ചീഫ് മിനിസ്റ്റേഴ്സും മറ്റുള്ളവരൊക്കെ പറഞ്ഞു. കാരണം ധനകാര്യ കമ്മീഷൻ, ട്വിറ്ററിൽ ഇപ്പോൾ എക്സാണ്, ധനകാര്യ കമ്മീഷൻ തൊട്ടു മുമ്പത്തെ ധനകാര്യ കമ്മീഷൻ നിശ്ചയിച്ച സമയത്ത് അതിനകത്ത് 42% വരെ സംസ്ഥാനങ്ങൾക്ക് ആകെ നികുതി താഴോട്ട് കൊടുക്കാൻ, കേന്ദ്ര ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന നികുതിയിൽ നിന്ന് താഴോട്ട് കൊടുക്കാനുള്ള 42% കൊടുക്കുകയാണ്. അത് കൊടുക്കുന്നതിനകത്ത് കുറയ്ക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനെ വിളിച്ച് സംസാരിച്ചു. PMOയിൽ നിന്ന് പറഞ്ഞത് വന്ന വാർത്ത പുറത്തു വ്യാപകമായി വരികയും ഇപ്പോൾ നീതി ആയോഗിൻ്റെ CEO ആയി ചുമതല വഹിക്കുന്ന ഒരു ഉയർന്ന വ്യക്തിയാണ് ആ കാര്യം പറഞ്ഞത്. അത് വലിയ ചർച്ച വന്നു. അപ്പോൾ അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കർണാടകത്തിലെ മുഖ്യമന്ത്രി തന്നെ ഈ കാര്യം സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു. കർണാടകത്തിലെ മുഖ്യമന്ത്രി അല്ല, മറ്റ് സ്ഥലങ്ങളിലൊക്കെ വന്നു. അതായത് ഞാൻ പറഞ്ഞ ഇതേ ഉള്ളൂ, അതിനകത്ത് ഇത്തരം കാര്യങ്ങൾ സംസ്ഥാനത്തിന് അർഹമായ പണം വെട്ടിക്കുറയ്ക്കാനുള്ള ശ്രമം നടന്നു. ആ ഒരു ഇതിൻ്റെ പിന്നാലെയാണ് കഴിഞ്ഞ ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ നികുതിയുടെ കാര്യത്തിൽ മാത്രമല്ല, ദൂരവ്യാപകമായി പാർലമെൻ്ററി സിസ്റ്റത്തിനകത്തെ റെപ്രസെൻറ്റേഷനെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് ഉള്ള കാര്യങ്ങൾ വഴിമരുന്നിടുന്ന തരത്തിലേക്ക് 1971 നമ്മുടെ ജനസംഖ്യയായിരുന്നു അടിസ്ഥാനമെങ്കിൽ 2011 ജനസംഖ്യ എടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ നികുതി വിതരണം നടത്തിയത്. അപ്പോൾ 71 ജനസംഖ്യാ നിയന്ത്രണത്തിൻ്റെ കണ്ടീഷൻ അംഗീകരിച്ച് അതനുസരിച്ചിട്ട് എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും വരുമെന്ന് വിശ്വസിച്ച സ്റ്റേറ്റുകളുണ്ട്. നമ്മുടെ കേരളമടക്കമുള്ള സ്റ്റേറ്റുകളുടെ ഇപ്പോഴത്തെ ജനസംഖ്യ ഭാഗിച്ച് ആകെ പാർലമെൻറ്റ് സീറ്റുകളെ കണക്ക് കൂട്ടിയാൽ 20 എന്നുള്ളത് 12 13 ഒക്കെ ആയിട്ട് ചുരുങ്ങാം. ഞാൻ പറഞ്ഞത് അത്തരം ദൂരവ്യാപകമായ കാര്യങ്ങൾ കൂടി വരാവുന്ന തരത്തിലേക്ക് ബേസിനെ എടുത്തു എന്നൊരു പ്രശ്നമുണ്ട്. അത് ശക്തമായി പ്രതിപക്ഷം ഉൾപ്പെടെ, കേരളത്തിലെയും പ്രതിപക്ഷം ഉൾപ്പെടെ ആ കാര്യം വിമർശിച്ചിട്ടുള്ളതാണ് ധനകാര്യ കമ്മീഷൻ്റെ. ആ ധനകാര്യ കമ്മീഷൻ കൊണ്ടുവന്ന പല ക്രൈറ്റീരിയയും കേരളത്തിന് വളരെ എതിരായിട്ട് വരുന്നതാണ്. കേരളത്തിൻ്റെ ആളോഹരി വരുമാനം വർദ്ധിച്ചിട്ടുണ്ട്, വളരെ ഉയർന്ന വരുമാനമാണ്, നല്ല വരുമാനവും ജീവിത സാഹചര്യങ്ങളുണ്ട്, സ്കൂളുകളും ആശുപത്രിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് കൂടുതൽ പണം വേണ്ട എന്നുള്ള തരത്തിലേക്ക് വന്നു. എന്നാൽ കേരളത്തിൻ്റെ സവിശേഷ പ്രശ്നങ്ങളൊന്നും അവർ വിലയിരുത്തിയിട്ടില്ല. കേരളത്തിലെ പ്രായമേറിയ ജനസംഖ്യ വർദ്ധിച്ചു വരുന്നു, ജീറിയാട്രിക് ഇഷ്യൂസ് ഉണ്ട്. കേരളത്തിലെ കൂലി, സാധാരണ നമ്മുടെ മിനിമം കൂലി തന്നെ ഓൾ ഇന്ത്യ ശരാശരിയുടെ 3 ഇരട്ടിയാണ്. അപ്പോൾ ഇവിടെ ഒരു നിർമ്മാണത്തിന് പിന്നെ പണം കൂടുതൽ വേണം, ഇവിടെ സ്ഥലം വാങ്ങാൻ പണം കൂടുതൽ വേണം, ഇവിടെ എല്ലാത്തിനും ചിലവ് കൂടുതലാണ്. കേരളത്തിന് വികസനം ഉണ്ടെന്ന് പറഞ്ഞാൽ ബീഹാറിലോ പിന്നെ മധ്യപ്രദേശിലോ കൊടുക്കുന്ന 1 സെൻറ്റ് ഭൂമിയുടെ വിലയുടെ 3 ഇരട്ടി കൊടുത്താലും ഇവിടെ കിട്ടില്ല. അവിടുത്തെ ഒരു തൊഴിലാളിക്ക് കൊടുക്കുന്നതിൻ്റെ 3 ഇരട്ടി കൊടുത്താലും കിട്ടില്ല. ഇങ്ങനെ കാര്യങ്ങളൊക്കെ പരിഗണിക്കാതെ വന്നുകൊണ്ട് തന്നെയാണ് ഈ ധനകാര്യ കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് ഇത്രയും വലിയ ഒരു ഗുണകരമല്ലാത്ത കാര്യം വന്നത്. സാർ, ഇപ്പോൾ നമ്മൾ അക്കാര്യം സംബന്ധിച്ചും ഈ ധനകാര്യ കമ്മീഷൻ്റെ കാര്യങ്ങൾ, കടമെടുക്കുന്ന പരിധി തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിലേക്കുൾപ്പെടെ ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മൾ പോകേണ്ടി വന്നത് ഇതിൻ്റെ ഭാഗമാണ്. അതിന് സുപ്രീം കോടതി പോയാലും ബാക്കി കാര്യങ്ങളെല്ലാം പോയാലും നമ്മൾ അതുകൊണ്ട് മാത്രം പറ്റില്ല. നമ്മൾ കളക്റ്റീവായിട്ട് കേരളത്തിന് വേണ്ടി കാര്യങ്ങൾ പറയണം. അതിനാണ് 8-ാം തീയതി ഡൽഹിയിലേക്ക് ഒരു വലിയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി പോകണമെന്നും എല്ലാവരോടും നമ്മൾ റിക്വസ്റ്റ് ചെയ്തെല്ലാം ഇവിടെ പോകുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല. പ്രക്ഷോഭമാണെങ്കിൽ വരുന്നില്ല, സമ്മേളനമാണെങ്കിൽ വരുമെന്നാണോ? സമ്മേളനമാണെങ്കിൽ വരാൻ, പ്രക്ഷോഭമാണ് വരത്തില്ല. എന്താ കാര്യം? എന്തായാലും അത് പ്രക്ഷോഭമാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെതിരായി അതിശക്തമായ സമരം നടത്താനായിട്ട് അവിടെ പോകുന്നു. പേരിൻ്റെ പേരിലാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് പേര് നിങ്ങളോട് ആലോചിച്ചില്ല. സർ, GST നിയമം വന്നതോടുകൂടി അതിർത്തിയിൽ GST നിയമം വന്നതോടുകൂടി അതിർത്തിയിലുള്ള ചെക്ക് പോസ്റ്റുകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ഇപ്പോൾ അതിർത്തി വഴി ധാരാളം അധികൃതവും അനധികൃതവുമായി ചരക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ നികുതി വല്ലാണ്ട് ചോർച്ചയും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ നികുതി ചോർച്ച തടയുന്നതിന് എന്ത് നടപടിയാണ് വകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത്? എന്തെങ്കിലും നടപടി സ്വീകരിച്ചാൽ അത് ഫലപ്രദമാണ് എന്ന് പരിശോധിക്കുന്നുണ്ടോ? സാർ, ഈ നികുതി ചെക്ക് പോസ്റ്റുകൾ, പഴയ തോതിൽ ചെക്ക് പോസ്റ്റുകൾ ആളുകളും അവിടെ വണ്ടി തടഞ്ഞ് പരിശോധിക്കുന്ന ഇത് കുറവാണിപ്പോൾ. കാരണം അവിടെ ഈ എല്ലാ വേ ബില്ല് വഴിയാണ് ഈ കാര്യങ്ങൾ വരുന്നത്. വേ ബില്ല് വഴി അറിയാം. അതുകൊണ്ട് ക്യാമറ വെച്ച് നമ്മുടെ സിസ്റ്റം അനുസരിച്ചിട്ട് അതിർത്തിയിൽ നിന്നൊരു വാഹനം കടന്നു വരുമ്പോൾ തന്നെ ആ വണ്ടിയുടെ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ ആ വണ്ടിക്കകത്ത് എന്തോ ഉൽപ്പന്നമാണ് വരുന്നത്, എത്ര മണിക്കത് ലോഡ് ചെയ്തു, എത്ര മണിക്കാണ്, എവിടേക്കാണ് പോകുന്നത്, എല്ലാം അറിയാം. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇക്കാര്യത്തിനകത്ത് തട്ടിപ്പ് നടക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല, തട്ടിപ്പ് നടക്കുന്നുണ്ട്. അത് കൂടുതൽ ഊർജിതപ്പെടുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴത്തെ ക്യാമറകൾ കൂടുതൽ സജീവമായി പ്രവർത്തിക്കുകയും ബാക്കി കാര്യങ്ങൾ ചെയ്യും. ഈ തട്ടിപ്പ് ഊർജിതപ്പെടുത്താനല്ല,
തട്ടിപ്പിനെതിരെയുള്ള നടപടികൾ ഊർജിതപ്പെടുത്താനാണ്. അപ്പോൾ തട്ടിപ്പിനെതിരെയുള്ള നടപടികൾ ഊർജിതപ്പെടുത്താനാണ്. അതുകൊണ്ട് ഫിസിക്കലായിട്ടുള്ള പരിശോധന കൂടുതൽ വേണമെന്ന് തന്നെയാണ് ആലോചിക്കുന്നത് ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ശ്രീ രമേശ് ചെന്നിത്തല. സാർ, ഇവിടെ വൺ നേഷൻ വൺ ടാക്സ് എന്നുള്ള ആശയം യാതൊരു അവധാനതയുമില്ലാതെ ഹോംവർക്ക് ചെയ്യാതെ അന്ന് പ്രധാനമന്ത്രി രാത്രിയിൽ വിളിച്ചു കൂട്ടിയ ഒരു സമ്മേളനത്തിൽ വെച്ച് പ്രഖ്യാപിച്ച ഒന്നാണ്. അന്ന് തന്നെ ഞങ്ങളെല്ലാവരും അതിനെ ശക്തമായി, കാരണം ആശയം നല്ലതാണെങ്കിലും ഒരു മുന്നൊരുക്കവും ഇല്ലാതെ നടപ്പാക്കിയത് മൂലം ഉണ്ടാകുന്ന പ്രയാസങ്ങൾ ഇപ്പോഴും ഇന്ത്യ ഒട്ടാകെ തുടരുകയാണ്. മാത്രമല്ല, ഇതിന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വാറ്റിൽ നിന്ന് GSTയിലേക്ക് മാറാൻ നമുക്ക് സമയമുണ്ടായിട്ടും നമ്മൾ അതിന് വേണ്ട കഴിഞ്ഞ 5-6 വർഷക്കാലം യാതൊരു മുന്നൊരുക്കവും നമ്മൾ നടത്തിയില്ല. ഇതിൻ്റെ ഫലമായി കിട്ടേണ്ട നികുതികൾ സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നില്ല. അതേസമയം നമ്മുടെ ചെലവ് കുറയുന്നില്ല. സാർ, ഏത് സംസ്ഥാനമാണെങ്കിലും കാര്യക്ഷമമായ നികുതി പിരിവ് ഉണ്ടാവുകയും അനാവശ്യ ചെലവുകൾ കുറയ്ക്കുകയും ചെയ്താൽ മാത്രമേ ഒരു ഗവൺമെൻറ്റിന് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. സാർ, ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? വാറ്റിൽ നിന്ന് GSTയിലേക്ക് മാറിയപ്പോൾ മുന്നൊരുക്കം നടത്താത്തത് മൂലം വേണ്ടത്ര ടാക്സ് പിരിച്ചെടുക്കാൻ നമുക്ക് കഴിയാതെ വരുന്നു. നമ്മുടെ ധനകാര്യ ചെലവ്, അനാവശ്യ ചെലവുകൾ വർദ്ധിക്കുകയും ചെയ്യുന്നു. നിങ്ങളിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ സമരം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ട് നിങ്ങളിപ്പോൾ സമ്മേളനമാക്കി മാറ്റിയിരിക്കുകയാണ്. സായിപ്പിനെ കണ്ടപ്പോൾ കവാത്ത് മറന്ന പോലെയാണ് നിങ്ങളുടെ സ്ഥിതി. നിങ്ങളുടെ സാർ, ED വന്നു എന്ന് കേട്ടപ്പോൾ നിങ്ങൾ സമ്മേളനമാക്കി മാറ്റി ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുകയാണ്. സാർ, ധനകാര്യ മാനേജ്മെന്റിൽ ഉണ്ടായിട്ടുള്ള പിഴവും അനാവശ്യ ധൂർത്തും കേരളത്തെ വൻതോതിലുള്ള കടക്കിണിയിലേക്ക് ആക്കി എന്നുള്ള ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആരോപണം അങ്ങേക്ക് നിഷേധിക്കാൻ കഴിയുമോ? സാർ, വാറ്റ് നികുതി സമ്പ്രദായത്തിൽ നിന്നും GSTയിലേക്ക് വന്നപ്പോൾ ഞങ്ങളെല്ലാം ഉന്നയിച്ച ആശങ്ക തന്നെയാണ്. അതിന് ശക്തമായിട്ട് നിന്നതാരാ സാർ ഈ GST കൊണ്ടുവരാൻ? സാർ, അങ്ങയുടെ മുന്നണിയുടെ, അങ്ങയുടെ പാർട്ടിയുടെ, അങ്ങയുടെ അഖിലേന്ത്യാ തലത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ കുഞ്ഞാണ് സാർ ഇത്. അങ്ങനെ കൊണ്ടുവന്നാണ് സാർ. അന്ന് കൊണ്ടുവന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഒരു സെമിനാറിൽ ബഹുമാനപ്പെട്ട മുൻ ധനകാര്യമന്ത്രി ശ്രീ ചിദംബരം ഉൾപ്പെടെ, അദ്ദേഹം ഉൾപ്പെടെ ഇപ്പോൾ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ അവസ്ഥയെ സംബന്ധിച്ച് ഈ ഒരു സ്ഥിതി വളരെ പതറ്റിക്കാണെന്ന് പറയുന്നു. അതിൻ്റെ കാരണം ഇതിന് പിന്നിൽ നിന്നിരുന്ന ആളുകൾ എങ്ങനെയാണ് കേരള സംസ്ഥാനത്തിന്, ഞാൻ പറഞ്ഞു കേരളത്തിന് ആകെ റവന്യൂ റെസീറ്റ്സിൽ, ചെന്നൈയിൽ കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു സെമിനാറാണ്, ഞാൻ പറഞ്ഞു ആകെ റവന്യൂ റെസീറ്റ്സിൽ കേരളത്തിന് കിട്ടുന്നത് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 79% നമ്മൾ പിന്നെ 29% മാത്രമേ കേന്ദ്രം തരുന്നുള്ളൂ. ബാക്കി 71% നമ്മൾ കണ്ടെത്തണം. ഇനി അത് കുറഞ്ഞുകൊണ്ടിരിക്കുക സാർ. നേരത്തെ 46 70% വരെ കിട്ടുന്ന സ്റ്റേറ്റുകളുണ്ട് സാർ ഇന്ത്യയിൽ. എങ്ങനെയാണ് ഒരു സ്റ്റേറ്റിന്, ഒരു സംസ്ഥാനത്തിന് ഇത്രയും കുറച്ച് കിട്ടിയാൽ പോകാൻ കഴിയുന്നുള്ളത് അദ്ദേഹം തന്നെ പരസ്യമായിട്ട് അവിടെ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഈ കാര്യം മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് സാർ, ഇത് കൊണ്ടുവരുന്ന സമയത്ത് ഞങ്ങളെല്ലാം ഈ ആശങ്ക പറഞ്ഞതാണ്. സാർ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇങ്ങ് പറഞ്ഞോ. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇങ്ങോട്ട് പറഞ്ഞോ. അങ്ങനെ ആശങ്ക പറഞ്ഞോ. ഇന്ത്യൻ പാർലമെന്റിൽ പാസാക്കിയ നിയമത്തിനകത്തെ GST കൗൺസിലിൽ രാജ്യസഭയുടെ സെലക്ട് കമ്മിറ്റിയിൽ അതിന് ഡിസന്റ് എഴുതിയത് ഞാനും സഖാവ് D രാജയാണ്. ആ പേപ്പർ തരാം. എവിടെയാണ് ഞങ്ങൾ ഈ ചർച്ചകളുടെ ഭാഗമായി കൃത്യമായ ഒരു കാര്യം നടന്നാൽ സംസ്ഥാനത്തിന് വരുമാനം വർദ്ധിക്കാം ടെക്നിക്കലി. പക്ഷേ ഇത് ഒരിക്കലും കേന്ദ്ര ഭരണകൂടം, ഒരു ഭരണകൂടവും അവരുടെ കയ്യിലുള്ള അവകാശങ്ങളൊന്നും സംസ്ഥാനങ്ങൾക്ക് വിട്ടുകൊടുക്കില്ല എന്നുള്ള സാമാന്യ യുക്തി അനുസരിച്ച് തന്നെ ഞങ്ങൾ അവിടെ ഈ കാര്യത്തിനകത്ത് ഡിസന്റ് എഴുതിയിട്ടുണ്ട്. 2-3 പാർട്ടികളെ ഡിസന്റ് എഴുതിയിട്ടുള്ളൂ. അവിടെ വോട്ട് ചെയ്തത് കോൺഗ്രസും BJP ഒരുമിച്ചല്ലേ സാർ? ഞങ്ങൾ ഒബ്ജക്റ്റീവ് കോൺഗ്രസും BJP ഒരുമിച്ചല്ലേ? അങ്ങനെയാണ് അവിടെ വോട്ട് ചെയ്തത്. കൊണ്ടുവന്നത് ഞങ്ങളുടെ കുഞ്ചാണ് എന്ന് പറഞ്ഞ് കൂടുതൽ എൻട്രി ചെയ്യാൻ നിൽക്കുകയായിരുന്നു കോൺഗ്രസ്. BJP ആണ് പാസ്സാക്കിയത്. ശ്രീ ജെയ്റ്റ്ലിയാണ് അവസാനം ഇതിൻ്റെ ആ സമയത്തേക്ക് ജെയ്റ്റ്ലി ഉൾപ്പെടെ, ആദ്യ ചർച്ചയുള്ള അദ്ദേഹം അല്ല, പിന്നീട് അദ്ദേഹം ധനകാര്യമന്ത്രിയായി. അപ്പോൾ അങ്ങനെ പാസ്സാക്കിയ ഒരു ബില്ല് വന്നിട്ട് ഇപ്പോൾ അതിൻ്റെ കാര്യത്തിനകത്ത് ആരാ ഇതിനെ ന്യായീകരിച്ചത്? ഞങ്ങൾ ന്യായീകരിച്ചിട്ടില്ല. ഞങ്ങൾ അതിനകത്ത് സെമിനാറിലും ചർച്ചകളും പറഞ്ഞിട്ടുണ്ടാവും. രേഖ കാണുന്ന എന്താ? പാർലമെന്റിലെ ബില്ല് ഞാൻ അതിനകത്ത് എഴുതിയേക്കും, ഞാൻ അടുത്ത ദിവസം തരാം. The state finance ministers have to come to the center with begging bowls എന്ന് അതിനകത്ത് എഴുതിയ ലാസ്റ്റ് സെന്റൻസ് അതാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് have to come to the center with begging bowls.
പിച്ചച്ചട്ടിയായിട്ട് പോകണം. ആ പിച്ചച്ചട്ടിയായിട്ട് പോകണമെന്ന് പറഞ്ഞത് ഇപ്പൊ ശരിയായല്ലോ. അപ്പൊ സാർ, അതുകൊണ്ട് GST കൊണ്ടുവന്നപ്പോൾ അതിനകത്ത് വന്നതിനേക്കാളും ആശങ്ക കൂടുതൽ ഓരോന്നിനും പിടിച്ച് കൊണ്ടുപോകുക. സാർ, അതിനെതിരെ ഇപ്പോൾ അങ്ങക്ക് വല്ല സംശയമുണ്ടോ അവിടെ ഡൽഹി നടക്കുന്ന സമരമാണെന്ന്? സാർ, സമരത്തിൻ്റെ ഉദ്ഘാടനത്തിന് അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന പല രാഷ്ട്രീയ നേതൃത്വത്തിൽ വളരെ 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 പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളൊക്കെ വരും, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ വരും എന്നാണ് ഞങ്ങളെല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട്. അവിടെ അവർ വന്ന് അഭിവാദ്യം ചെയ്ത് സംസാരിക്കും. വരുന്ന ആളുകൾ വന്ന് അഭിവാദ്യം ചെയ്യുന്ന അവിടെ അല്ലെങ്കിൽ വരുന്നു അതൊരു പൊതുയോഗം. ഇതൊരു ഉദ്ഘാടന സമ്മേളന നിലയിൽ ഇത് ഫെഡറലിസത്തിൻ്റെ ഇഷ്യൂ ആണ്. ഇന്ത്യയിലെ മിക്കവാറും സ്റ്റേറ്റുകൾ മാനസികമായി സപ്പോർട്ട് ചെയ്യുന്ന ഫെഡറലിസത്തിൻ്റെ ഇഷ്യൂവിൽ അവിടെ നടക്കുന്ന ആ യോഗത്തിനകത്ത് അവർ വരും. അത് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ആളുകൾ ഇല്ലായിരിക്കും. ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നു ഈ കാര്യങ്ങളുടെയും ചർച്ചകളുടെയും എല്ലാ അടിസ്ഥാനത്തിൽ ജനങ്ങളിൽ നിന്നുള്ള പ്രഷറോടെ മനസ്സിലാക്കി UDF കൂടി അതിൽ വരുമെന്നാണ് ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നത്. സാർ, അങ്ങനെ ഒരു കാര്യമാണ്. അല്ലാതെ ഇതിനകത്ത് ഞങ്ങൾ സമരം തന്നെയാണ് നടത്തുന്നത്. സാർ, സമരം നടത്താൻ സുപ്രീം കോടതി കേസ് പോവുകയും ഈ സമരം നടത്തുകയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ നല്ലതുപോലെ ആ കാര്യത്തിനകത്ത് ഞങ്ങൾക്ക് കൺവിക്ഷൻ ഉണ്ട്, ഫൈറ്റ് ചെയ്യാനുള്ള മനസ്സുള്ളതുകൊണ്ടാണ്. അല്ലാതെ ഞങ്ങളവിടെ കീഴടങ്ങി അങ്ങ് പോവല്ല.